പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രമും പൂർണ്ണമായും ഒരുമിക്കുന്നു. വേദ വിക്രത്തിൻ്റെ ഭാര്യയായി ജീവിക്കാനുള്ള കാരണം എന്തിനായിരുന്നുവെന്നും വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു വേദ എല്ലാം ഉപേക്ഷിച്ച് വന്നത് എന്ന സത്യവും അറിയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വേദ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വിക്രം വേദയെ ഭാര്യയായി അംഗീകരിക്കുകയും അവർ അവരുടെ ജീവിതം തുടങ്ങുകയും ചെയ്യുകയാണ്. അത്രയും നാൾ അകന്നു കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം മറന്ന് ഒരുമിച്ചുള്ള ഓരോ നിമിഷവും ആഘോഷിക്കുകയാണ് വേദയും വിക്രമും. അതേസമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും പുളിക്കലിനെ കണ്ടുപിടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിലാകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം വാസവൻ ശ്രീകാന്തിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരികയാണ്. വാസവൻ വരുന്നത് ഓഫീസിൽ ആരും തന്നെ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനോട് അവരുടെ ആ ഒരു സ്റ്റാഫ്സ് ആരും തന്നെ അത് വന്ന് അറിയിക്കുകയുമില്ല വാസവൻ വന്നു എന്നുള്ള കാര്യം. അങ്ങനെ വാസവൻ ശ്രീകാന്തിൻ്റെ അടുക്കലേക്ക് എത്താൻ നിൽക്കുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ചിരിച്ചുകൊണ്ടുള്ള സംസാരമാകും കേൾക്കുന്നത്. വാസവൻ്റെ പേരും ആ സംസാരത്തിൽ കേൾക്കുമ്പോൾ വാസവന് ചില സംശയങ്ങൾ തോന്നി. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്നറിയുവാൻ ഡോറിൻ്റെ സൈഡിൽ മറഞ്ഞു നിൽക്കും അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം ശ്രീകാന്തിൻ്റെയും അങ്കിളിൻ്റെയും ആ ഒരു സംസാരം ശ്രദ്ധിക്കും. അവരുടെ സംസാരം ഇതായിരുന്നു. ശ്രീകാന്ത് പറയുകയാണ്, വാസവൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വസ്തനായ ജോണിയാണ് ഇപ്പോൾ നമ്മുടെ സഹായി. അയാൾ പറയുന്നത് പുളിക്കൽ നാഗർകോവിൽ പരിസരത്ത് ഉണ്ടെന്നല്ലേ. എത്രയും വേഗം അവനെ തന്നെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാസവൻ്റെ കയ്യിൽ പുളിക്കൽ പിടികൊടുക്കുമ്പോഴേക്കും അയാൾ അവനെ തീർത്തോളും. പിന്നെ ആരും സത്യം അറിയാൻ പോകുന്നില്ല. വരുണിൻ്റെ ആത്മാവിന് നീതി കിട്ടാനും പോണില്ല. ചന്ദ്രശേഖരൻ പറയുകയാണ്, അതെ, പാവം ആ കൊച്ചിപ്പോൾ പരലോകത്ത് നിന്നും നമ്മളെ ശപിക്കുന്നുണ്ടാകും. നമ്മളുടെ പ്ലാന് കാരണമല്ലേ അവനെ അങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞയച്ചത്. ഭയങ്കര പൊട്ടിച്ചിരിയായിരിക്കും ഇത് പറഞ്ഞു കഴിയുമ്പോൾ. ശ്രീകാന്ത് ഈ സമയം പറയുന്നുണ്ട്, ശരിക്കും വരുൺ ദീപ്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഒരു പക്ഷേ വരുണിനെ നമുക്ക് തീർക്കേണ്ടി വരില്ലായിരുന്നു. അവനെപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. വിക്രത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു നമുക്ക്. ഒരു തെണ്ടിയെ കൊണ്ട് പൊറുതിമുട്ടി അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടിരിക്കുമ്പോഴല്ലേ അടുത്ത കുരിശായി വരുണിൻ്റെ വരവ്. എല്ലാ തെണ്ടികൾക്കും നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ തന്നെ വേണം. അതുകൊണ്ടിപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ വരുണിനെ നമ്മൾ കൊല്ലിച്ചിട്ട് ആ കുറ്റം വിക്രത്തിൻ്റെ തലയിലിടാൻ കഴിഞ്ഞില്ലേ. അങ്ങനെ നോക്കുമ്പോൾ നടന്നതെല്ലാം നല്ലതിനല്ലേ മോനെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു കണക്കിന് വരുൺ ദീപ്തിയുടെ ലൈഫിൽ വന്നെത്തിയത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായില്ലേ. ശേഷം ഭയങ്കര പൊട്ടിച്ചിരിയായിരിക്കും അദ്ദേഹം. ആ പുളിക്കലിനെ കൂടി തീർക്കുന്നതോടെ ആ മണ്ടൻ വാസവൻ സത്യം അറിയാനും പോകുന്നില്ല. 5 ലക്ഷം അയാൾക്ക് നമ്മൾ എണ്ണിക്കൊടുത്തത് ആ മണ്ടൻ അയാളുടെ മകൻ്റെ ജീവനിട്ട വിലയാണെന്ന് പോലും അറിഞ്ഞില്ലല്ലോ, പാവം. ഈ സമയം ശ്രീകാന്ത് പറയുകയാണ്, അതെ, ആ വാസൻ ഇപ്പോഴും നമ്മളൊക്കെ പറഞ്ഞത് വിശ്വസിച്ച് വിക്രത്തെ കൊല്ലാൻ നടക്കുക. വീണ്ടും ശ്രീകാന്ത് ഭയങ്കര പൊട്ടിച്ചിരിയായിരിക്കും. ഈ സമയം ചന്ദ്രശേഖരൻ പറയുകയാണ്, അധികം വൈകാതെ ആ വാസവനെ കൂടി തീർക്കണം. അയാൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് തന്നെ ഭീഷണിയാണ്. ജീവിച്ചിരുന്നാൽ എന്നെങ്കിലും അയാൾ സത്യം അറിയുമോ എന്ന ഭയത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വരും. അതും ശരിയാണ്. ഇപ്പം ഏതായാലും ഈ കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ. പുളിക്കലാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ആദ്യം അയാളെ അങ്ങോട്ട് തീർക്കണം. വിക്രത്തെ പിന്നെ വാസവൻ തന്നെ തീർത്തോളും. അത് കഴിഞ്ഞ് നമുക്ക് വാസവനെ പറ്റി ചിന്തിക്കാം. ഇതെല്ലാം കേട്ട് വാസവൻ ആകെ തകർന്നു പോകുന്ന നിമിഷമായിരുന്നു അത്. ഇത്രയും നാൾ തൻ്റെ മകനെ കൊന്നത് വിക്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ തകർന്നു പോകുന്നു. ദീപ്തി വാസവന് കൊടുത്ത സൂചനയെപ്പറ്റിയും വാസവൻ ആ സമയം ചിന്തിക്കുന്നു. യഥാർത്ഥ കള്ളന്മാർ ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് എന്ന് മനസ്സിലാക്കിയ വാസവൻ അപ്പോൾ തന്നെ അവരെ കയറി പെരുമാറാൻ നിൽക്കാതെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ് ചെയ്യുന്നത്.